നമസ്കാരം. പ്രധാന വാർത്തകൾ. താനൂർ കസ്റ്റഡി കൊല. സിബിഐ അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച കുടുംബം. താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ സിബിഐ അന്വേഷണത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയുടെ കുടുംബം. സിബിഐ കേസ് ഏറ്റെടുത്ത് 1 വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എസ്പിയും ഡിവൈഎസ്പിയും അടക്കമുള്ളവരെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് സിബിഐക്ക് പരാതി നൽകുമെന്ന് താമിർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി പറഞ്ഞു. ഗൂഢാലോചന അന്വേഷിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സഹോദരൻ വ്യക്തമാക്കി. 1-ാം പ്രതി മലപ്പുറം എസ്പി ആയിരുന്ന എസ് സുജിത്താസ് ആണെന്നും സഹോദരൻ പറഞ്ഞു. എസ്പിയും ഡിവൈഎസ്പിയും അടക്കമുള്ളവരെ പ്രതി ചേർക്കണമെന്നും സഹോദരൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിൽ 11-കാരിക്ക് പീഡനം. ജൂനിയർ ഡോക്ടർ അറസ്റ്റിൽ. മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗത്തിൽ പെൺകുട്ടിക്ക് പീഡനം. ജൂനിയർ ഡോക്ടർ അറസ്റ്റിൽ. സംഭവത്തിൽ 23 വയസ്സ് പ്രായമുള്ള ജൂനിയർ ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ അഗ്രിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗത്തിലാണ് 11-കാരി ലൈംഗിക പീഡനത്തിന് ഇരയായത്. ബറേലി സ്വദേശിയായ ജൂനിയർ ഡോക്ടറെ മെഡിക്കൽ കോളേജ് സസ്പെൻഡ് ചെയ്തു. പെരുമണിക്കൂറിൽ എറണാകുളം അടക്കം 6 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിപ്പ്. ഉത്രാടപ്പാച്ചിലിനിടെ കേരളത്തിൽ മഴ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വരും മണിക്കൂറിൽ എറണാകുളം അടക്കം 6 ജില്ലകളിലാണ് മഴ സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ സാധ്യത ഏറ്റവും കൂടുതൽ. രാവിലെ തലസ്ഥാന നഗരത്തിലടക്കം മഴ ലഭിച്ചിരുന്നു. ഇന്ന് ഒരു ജില്ലയിലും റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ആശ്വാസമാണ്. ഫ്ളാഗ് ഓഫ് ചെയ്യാനിരിക്കുന്ന വന്ദേഭാരത് ട്രെയിന് നേരെ കല്ലേറ്. 5 പേർ പിടിയിൽ. ഫ്ളാഗ് ഓഫിന് മുമ്പ് ട്രയൽ റൺ നടത്തുകയായിരുന്ന വന്ദേഭാരത് ട്രെയിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. ഛത്തീസ്ഗഡിലാണ് സംഭവം. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തേക്ക് സർവീസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഈ ട്രെയിൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച രാവിലെ വിശാഖപട്ടണത്ത് നിന്ന് മടങ്ങി വരുന്നതിനിടെ ബഹ്ബാര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് പുതിയ വന്ദേഭാരത് ട്രെയിന് നേരെ കല്ലേറുണ്ടായത്. ട്രെയിനിലെ 3 കോച്ചുകളിലുള്ള മൾട്ടി ലെയേർഡ് ജനലുകൾ കല്ലേറ് തകർന്നു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. C2, C4, C7, C9 എന്നീ കോച്ചുകളിലെ ജനലുകളാണ് തകർന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 5 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. സ്വന്തം ജാതിയോ മതമോ അറിയാത്ത രാഹുൽ എന്തിനാണ് ജാതി സർവേക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് BJP MLA. രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി കർണാടക BJP MLA. സ്വന്തം ജാതിയോ മതമോ അറിയാത്ത രാഹുൽ എന്തിനാണ് ജാതി സർവേക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് ബസ്വൻ ഗൌഡ പാട്ടീൽ യന്ദ്വാൾ പറഞ്ഞു. ജനിച്ചത് ക്രിസ്ത്യാനിയായോ മുസ്ലിമായോ എന്ന് പോലും രാഹുലിനറിയില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, MLA പറഞ്ഞു. പൊട്ടാത്ത വെറും നാടൻ തോക്കാണ് രാഹുലെന്നും ബസൻ ഗൌഡ പാട്ടീൽ പറഞ്ഞു. ഇന്ത്യയിൽ നമുക്ക് നാടൻ തോക്കുകളുണ്ട്. രാഹുൽ ഗാന്ധി നാടൻ തോക്ക് പോലെയാണ്. അദ്ദേഹത്തെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛൻ മുഗൾമാർക്കും അമ്മ ഇറ്റലിക്കാർക്ക് വേണ്ടിയും പണിയെടുത്ത പാരമ്പര്യമാണ് രാഹുലിന്റേതെന്നും MLA കുറ്റപ്പെടുത്തി.